അച്ഛനുമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായോ? CI സത്യനാഥൻ സാറും അച്ഛനും എന്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അയാള് മാത്രമല്ല, നിങ്ങളുടെ പ്രൊഫസറും അച്ഛനും വക്കീലും അങ്ങനെ വേറെ ആരൊക്കെയോ ഉണ്ട്. അച്ഛൻ ഇത്ര ടെൻഷനായി ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാൻ പിന്നെ വിളിക്കാം. എടാ മുസ്തഫയുടെ വീട് ഏതാ? അവിടെയാ. മുസ്തഫ അല്ലേ? ഈ നിൽക്കുന്നത് SI ശുഭ്ര സാറാ. അതിന് ഞാനെന്ത് വേണം? മുസ്തഫ വിളിച്ചു കൂവണ്ട, എഴുന്നേക്കില്ല. കുടിച്ച് വെളിവില്ലാണ്ട് കിടക്കുക. ഒരു വർക്കിന്റെ കാര്യം പറയാനാ. ആ ഈ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാ ഈ മൂക്കറ്റുള്ള കുടി. ആ നൗഷാദ് ഗൾഫിൽ കൊണ്ടുപോകാൻ എത്ര തവണ പറഞ്ഞതാ. അതെങ്ങനെ ചത്തേനും ചീഞ്ഞേനും പറക്കി നടക്കല്ലേ? മനുഷ്യനൊന്ന് കുത്തിയിരിക്കാനും സമ്മതിക്കത്തില്ല. അയ്യോ സാറായിരുന്നു. ഇരിക്കേ മുസ്തഫ, എന്തോ ഇന്ന് തനിക്ക് പകരം ബോഡിയും കൊണ്ടുപോയ ക്രിസ്റ്റി ഇല്ലേ, അവന്റെ നമ്പർ ഒന്ന് വേണം. ആഹാ, ഇപ്പൊ എല്ലാവർക്കും ക്രിസ്റ്റീനെ മതി. നമ്മളിപ്പോ ഔട്ട്. നമ്മളെ ആർക്കും വേണ്ട. നേരത്തെ വന്ന സാറിനും ക്രിസ്റ്റീനെ മതി. ഫോണിൽ വിളിക്കുന്നവനും ക്രിസ്റ്റീനെ മതി. അവൻ തന്നെ ഞാനെന്തിനാ മുട്ടിക്കുന്നത്? നമ്മുടെ CI സാറും ഒന്ന് മേടിച്ചോണ്ട് പോയി അവൻ്റെ നമ്പർ. എന്നാ പിടിച്ചോ, 9846090834. 834. ഓക്കെ. ഇപ്പൊ നമ്മൾ ഔട്ടായി. ധൈര്യം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ ഒപ്പം നിന്ന് വണ്ടി ഓടിക്കട്ടെ. ഹലോ, ക്രിസ്റ്റി അല്ലേ? സോറി, റോങ് നമ്പർ. ക്രിസ്റ്റി അല്ലെന്ന് പറഞ്ഞില്ലയോ? എല്ലാവർക്കും ക്രിസ്റ്റി. മുസ്തഫയല്ലേ? ആ, ഞാൻ മുസ്തഫയാണ്. പക്ഷെ ഞാൻ പണി നിർത്തി, ഗൾഫിൽ പോണ്. കട്ട് ചെയ്ത് കളഞ്ഞു. സ്വന്തം നമ്പറാണ് തന്നതല്ലേ? ഇതാണ് ഒരുത്തന് ഒരു ഉപകാരം ചേരുന്ന വാപ്പനോട് പറയുന്നത്. എടാ ക്രിസ്റ്റി, സ്മരണോടാ സ്മരണ. വലിയ ആളായി. എത്ര വലിയ ആളായാലും താഴെ വന്നേ സമ്മാനമുള്ളൂ. കളി മുസ്തഫയോടാ. പണി കൊടുക്കാം. മുസ്തഫ, ക്രിസ്റ്റിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലേ? അതെ. ആ, പണിയുണ്ട്. ഇനി ആരും വിളിക്കില്ല. ഓക്കെ ഓക്കെ, വളരെ ഉപകാരം. ഗുഡ്. എടുക്കാൻ പോകണോ അതോ തിരിച്ചു പോകുന്നോ? എടുത്തല്ലോ, ഇനിയിപ്പോ തിരിച്ചു കൊടുക്കണല്ലോ. എന്താ വേണ്ടേ? എന്നാ പിന്നെ ചായ എടുക്കാം അല്ലേ? ആ, ചായ എടുത്തു. അപ്പൊ ആ സാറിന് വേണ്ടേ? ആ സാറ് ചായ കുടിക്കൂല, അടിച്ച് ഫിറ്റാ. സത്യത്തിൽ അവനാ ഡ്രൈവർ, ഞാൻ ശവം. അല്ല, ശവത്തിന്റെ ബന്ധു. ഓ ചേട്ടാ, ചായ നല്ല കടുപ്പത്തിലായിക്കോട്ടെ. കട്ട മതി. ആ, പിന്നെ 4 ദോശയും ഒരു ഡബിളും. ആ ശരി. ഓ, നമസ്കാരം. ഞാൻ വെറുതെ കൂടി പോണായിരുന്നു. അപ്പനെ കൈയാട്ടി വിളിച്ച്, എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു 100 രൂപ തട്ടിപ്പറിച്ച് മേടിച്ചെടുത്ത്. ചോദിച്ചപ്പോ എൻ്റെ 3 അടിച്ചേക്കണ്. എന്നിട്ട് ഒന്നും അറിയാത്തല്ലോ ഇറങ്ങിയാണ്. കഴിഞ്ഞ വിശ്വാസമായില്ലല്ലേ? ഇല്ല.
ഇങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞ ആരും വിശ്വസിക്കില്ല. അതാണ്. എന്നാ പിന്നെ escape! ഒന്നും കിട്ടിയില്ല സാറേ. നോക്കി. കണ്ടോ? കണ്ടോ? പട്ടിണി കിടന്നുള്ള മോനെ ചായയുടെ കാശ് കിട്ടിയില്ല കേട്ടോ. ഓ കടായിട്ട് മതി. നമ്മളും കാശൊക്കെ കുറെ കണ്ടതാണ് മച്ചു. അപ്പോഴേ കണക്ക് കണക്കായിരിക്കണം. പഴയ 2ഉം ഇപ്പോഴത്തെ 65ഉം 67 തരും. ഒരുപാട് ശവങ്ങൾ ഈ വണ്ടിക്കകത്ത് കയറ്റി. പക്ഷെ ഫ്രണ്ട് സീറ്റിലിരിക്കാനുള്ള ഭാഗ്യം മച്ചുവേ അത് നിനക്കാടാ. തീപ്പെട്ടി എന്തിയടാ? നിനക്ക് ഞാനല്ലേ തീ തന്നത്. ഒരു തീ തന്നതിന് മച്ചു ഒരു തീപ്പന്തമാടാ നീ തിരിച്ചു തന്നത്. പ്രീതി പിടിക്കല്ലേ, പോകാം. നിനക്ക് പോകാനുള്ള വണ്ടിയുടെ താക്കോല് നീ തന്നെയല്ലേ എടുത്തു വന്നത്. നീ പറ എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഓടിയത് മുഴുവൻ CI സാറിന്റെ അടുത്തെത്തിക്കാനായിരുന്നു. പക്ഷേ ഇനി എങ്ങോട്ടാ പോകേണ്ടത് പറ. എന്തോ അത്രക്കിഷ്ടായിരുന്നോടാ നിനക്ക് അവളെ? ഉള്ള കാര്യം പറഞ്ഞ ഒരു കള്ളച്ചിരിയൊക്കെ ഉണ്ട്. നിന്നെ തെറ്റു പറയാൻ പറ്റില്ല. നല്ല സുന്ദരി കുട്ടിയല്ലടാ. എങ്ങനെ വളച്ചെടുത്തടാ? ചാർജ് ചെയ്യാനാണോ? ഒരയ്ക്കുന്ന കാർഡാണോ അതോ ബുക്കിൽ എഴുതി കുത്തി ചെയ്യാനാണോ? ഹായ് ബഡി. ഹായ്. ഈസിയാണോ? ഇങ്ങനെ ഈ വെടിന്ന് കിടന്ന ഇത് വെടിയല്ല വടിയാണ്. ന്യൂ ജനറേഷനാണ്. പിടിച്ചു വെക്കാൻ കുറച്ച് സീനാണ് വെച്ചാൽ കഴിഞ്ഞ ആ കുമാരേട്ടോ കടയെ പുതിയ ആളെയൊക്കെ നിർത്തിയല്ലോ. കലക്ക് കേട്ടാ. എടാ വള്ളിക്കലസം വേണേലും വിൽക്കാം. പക്ഷെ അത് ഇടേണ്ടവനിട്ട് കടയുടെ മുമ്പിൽ അങ്ങ് നിൽക്കണം. കുറച്ചുകൂടിയൊക്കെ ഡെവലപ്പ് ആകണം എന്റെ ചാച്ചി. വെറുതെ ഈ മണിയും തൂക്കി നടന്നിട്ടൊന്നും ഒരു കാര്യം. ആ തിരക്കാടാ, ഞാൻ പോട്ടെ. കാശിട് 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 കാശ് തിരിച്ചതാ. കൂടുതലൊന്നും പറയണ്ട, കാശ് സമയം എന്താ കാര്യം? മര്യാദക്കിന്റെ 300 രൂപ തിരിച്ചു തരാൻ പറയൂ. മോളെ ഒരു മിനിറ്റ്. എടാ എന്താടാ? ഒരൊറ്റ നമ്പറിനാണ് പടി പണിവാളി പോയത്. എടാ ഒറ്റ നമ്പറിന് മാറാൻ ഇതെന്താണ് ലോട്ടറി ടിക്കറ്റാ? എന്റെ പൊന്നുമക്കളെ ചതിക്കരുത്, കട തുറന്നിട്ടേ ഉള്ളൂ. അപ്പൊ കാശ് തരില്ലെന്നാ? കാശ് തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് മാറടാ. വെടി ബടി അടി. ആ ചാർജ് ചെയ്ത നമ്പർ എവിടെയാടാ? ആ ബെല്ലടിക്കുന്നുണ്ട്. എന്നാ പിടിക്കു വെച്ചേ. ചോദിച്ചോ, വേഗം ചോദിച്ചാട്ടെ. എടുക്കുന്നത് ആണാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ചേട്ടാ. 300 രൂപയ്ക്ക് ഇങ്ങോട്ടും ചാർജ് ചെയ്ത് തന്നേക്ക്. കൊച്ചൊക്കെ പറഞ്ഞ കാര്യം നടക്കും. ചോദിക്കേ. ഹലോ ഹലോ. അത് പൊളിച്ചു പടി. ഹലോ. ഹലോ. നമ്പര് മാറി ചാർജായി പോയി. താങ്ക് യു. മിസ്റ്റർ, എന്റെ ഫോണിലേക്ക് 300 രൂപയ്ക്ക് ചാർജ് ചെയ്ത് തരണം. കയ്യിൽ 5 കാശില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന എന്നോട് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയടി ദുഷ്ടയെ ചാർജ് ചെയ്ത് തരാൻ? കൊല്ലടി എന്നെ, കൊല്ല്. ഹലോ. എന്റെ ഫോണിലേക്ക്
300 രൂപ ചാർജ് ചെയ്ത് തന്നത് ഞാൻ ക്ഷമിച്ചു. എന്നിട്ട് എന്നെ ഭരിക്കാൻ വരുന്നോടി പൂതനെ. പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഒരു മര്യാദയില്ലാതെ. എന്താ മോളെ പ്രശ്നം? ചേട്ടൻ മോക്ക് 500 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തരാം. അത് പക്ഷെ മോള് ചേട്ടനെ തന്നെ വിളിച്ച് തീർക്കണം. എടാ തെമ്മാടികളെ, നിന്റെയൊക്കെ നമ്പർ ഉണ്ടല്ലേ ഈ ഫോണിൽ? കണ്ടോളാം ഞാൻ. എന്റെ അച്ഛൻ ആരാന്നറിയോ? എടാ ഉവ്വേ, അവളവളുടെ അച്ഛനെ അന്വേഷിക്കണം. ആരാണെന്ന് അറിഞ്ഞൂടാന്ന്. അന്വേഷിക്കാനൊന്നും എനിക്ക് സമയമില്ലാട്ടാ. നിന്നെയൊക്കെ കാണിച്ചു തരാടാ. വല്ലയിടത്തും പോയി കാണിച്ചിട്ട് കാര്യമില്ല മോളെ. ഞങ്ങളെ കാണുമെങ്കിൽ ഇന്ന് വൈകുന്നേരം പ്രിയദർശിനി ടൗൺ ഹാളിലോട്ട് വാ.